സംസ്ഥാനത്തെ ഗുണ്ടാ വിളയാട്ടത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭ്രാന്തിനെ ചങ്ങലക്കിടേണ്ട, ചങ്ങലയ്ക്ക് ഭ്രാന്തായിരിക്കുന്നു എന്നാണ് ഗുണ്ടാ വിളയാട്ടത്തിൽ സപ്പോർട്ട് നൽകുന്ന പോലീസ് സേനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചത്. കൂടാതെ തന്റെ പ്രസംഗം തടയാൻ ശ്രമിച്ച സ്പീക്കർക്ക് നേരെ ക്ഷുഭിച്ചുകൊണ്ട് വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നെന്മാറ കേസിൽ പറഞ്ഞത് കോടതി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷെ എപ്പോഴും ഏറ്റവും അവസാനത്തെ കോടതി ലിഫ്റ്റ് ചെയ്ത ഉത്തരവിലും കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്, പെറ്റീഷണർ ഷാൽ നോട്ട് എൻ്റർ ഇൻ ടു ദ ലിമിറ്റ്സ് ഓഫ് നെന്മാറ പഞ്ചായത്ത് അൺടിൽ ദ കൺക്ലൂഷൻ ഓഫ് ട്രയൽ. ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിനകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞതുപോലെ 1.5 മാസക്കാലം അയാൾ 5 വർഷം മുമ്പ് കൊന്ന സ്ത്രീയുടെ വീടിനടുത്ത് അയാൾ താമസിക്കുകയാണ്, തൊട്ടടുത്ത്. എന്നിട്ട് അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും അടക്കം 5 പേരെ കൊല്ലും എന്നയാൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ് 1.5 മാസക്കാലം. രാത്രിയാകുമ്പോൾ അയാൾ പുറത്തിറങ്ങി ആയുധം കാണിച്ച ആളുകളെ വരട്ടും. ഇതാണ് ഇവിടെ പറഞ്ഞത്. പ്രമേയ അവതാരകൻ പറഞ്ഞത്, ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് അയാൾ ഞങ്ങളുടെ വീടിനടുത്ത് താമസിച്ച് അയാൾ ആയുധത്തിന് മൂർച്ച കൂട്ടി, അയാൾ ആയുധവുമായി പുറത്തിറങ്ങി നടക്കുന്നു എന്ന് പരാതി കൊടുത്തിട്ട് 1.5 മാസക്കാലം നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. കോടതി പോണെങ്കിൽ കോടതി പോയി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റി അയാളെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിച്ചോ പോലീസ്? 1.5 മാസക്കാലം ഒരു സ്ത്രീയെ കൊന്ന കേസിലെ കൊലപാതകി തൊട്ടടുത്ത വീട്ടിൽ വന്ന് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ വരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എവിടെയായിരുന്നു ഈ പോലീസ്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയണം. മാത്രമല്ല, ഇത് ഗുണ്ടകളുടെ വിഹാരരംഗമാണ് കേരളം. പോലീസിന്റെ റിപ്പോർട്ട് തന്നെ 2000-ലധികം ഗുണ്ടകൾ കേരളത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നാണ്. കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇപ്പൊ ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ്. ഇനി പോലീസ് സ്റ്റേഷൻ നമ്മൾ ഏരിയ സമ്മേളനവും KPCC അല്ല, ഏരിയ സമ്മേളനവും ലോക്കൽ സമ്മേളനവും നടക്കുന്നത് പോലെ അല്ല. ഗുണ്ടകൾ സമ്മേളനം നടത്തുകയാണ്. ഞാൻ പറയാം, ഇനി ഗുണ്ടകൾ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ സമ്മേളനം നടത്തട്ടെ, SP-യുടെ കീഴിലുള്ള ഏരിയയിൽ ഒരുമിച്ച് കൂടട്ടെ, സംസ്ഥാന സമ്മേളനം നടക്കട്ടെ. എല്ലാ സ്ഥലത്തും ഗുണ്ടകളുടെ യോഗങ്ങൾ നടക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ്, ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ്. ഇതെല്ലാം വാർത്തകൾ വരുന്നതല്ലേ? ഇതെല്ലാം പുതുമയാണോ? ഗുണ്ടകൾ യോഗം കൂടി അവരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. നിങ്ങൾ ഒരു SFI-കാരനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ, വധശ്രമ കേസിലെ പ്രതിയെ നിങ്ങൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചില്ലേ പത്തനംതിട്ടയിൽ? അയാൾ ബർത്ത്ഡേ പാർട്ടി നടത്തി എവിടെയാണെന്നറിയാം മുഖ്യമന്ത്രിക്ക്? അയാൾ ജംഗ്ഷനിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് കാറിന്റെ ബോണറ്റിൽ കേക്ക് വെച്ചിട്ട് ഗുണ്ടകൾ എല്ലാവരും കൂടി നിന്നിട്ടാണ് കേക്ക് മുറിച്ച് അയാളുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചത്. ജംഗ്ഷനിൽ കാപ്പ കേസിലെ പ്രതി നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന കാപ്പ കേസിലെ പ്രതി, ഒരു വിദ്യാർത്ഥി പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി, മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത്. എന്നിട്ട് ആള് അല്ല ബോണറ്റിൽ കാറിന്റെ ബോണറ്റിൽ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ബർത്ത്ഡേ പാർട്ടി നടത്തുകയാണ്. അവർ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടി, അവർ നടത്തുന്ന ഡ്രഗ് പാർട്ടി, അവർ നടത്തുന്ന DJ പാർട്ടി മുഖ്യ അതിഥികളായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നു എന്നാ പരാതി. പങ്കെടുത്തില്ലേ? എത്ര സ്ഥലത്ത് DYSP-മാർ, CI-മാർ ഈ ഗുണ്ടകൾ നടത്തുന്ന പാർട്ടിയിലെ മുഖ്യാതിഥി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോവാ പോലീസ്. അതാണ് ഗുണ്ട പോലീസ് നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞ്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളം ഉണ്ട്, ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. പോലീസിൽ എല്ലാ കാലത്തും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അതൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ക്രിമിനലുകളുടെ എണ്ണം, ഗുണ്ടകളുമായി നെക്സസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അവരെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കുന്നു പല സ്ഥലത്തും. നിങ്ങളുടെ ആളുകളാണ് അവരെ സംരക്ഷിക്കുന്നത്. പോലീസിന്റെ ഹൈറാർക്കി
തകരാറിലാണ്. പോലീസ് ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിന് DGP മുതൽ താഴെ വരെയുള്ള ഒരു ഹൈറാർക്കി ഉണ്ട്. ഒരു ഫോഴ്സ് എപ്പോഴും അങ്ങനെ നിലനിൽക്കുള്ളൂ, ഏത് ഫോഴ്സ് ആണെങ്കിലും. ഇവിടെ ആ ഫോഴ്സിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്റർവെൻഷൻസ് ആണ്, ഇടപെടലുകളാണ്. ഓരോ ആളുകൾ ഇടപെടുകയാണ് പല സ്ഥലത്തും. അനാവശ്യമായി ഷെയ്ഡി ക്യാരക്ടേഴ്സ് ഉള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇടപെടുകയാണ്. അവിടെയാണ് ഈ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുത്ത് അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത്. പത്തനംതിട്ടയിലൊക്കെ നടന്നത് പോലീസിന്റെ അതിക്രമ എക്സസ് ആണ്. ഇവിടെ അനാസ്ഥയാണ്. ഇവിടെ നെന്മാറയിൽ നടന്നത് പോലീസിന്റെ അനാസ്ഥ. ആരാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ വന്ന് പരാതി പറയുമ്പോൾ അതിന്മേൽ നടപടിയെടുക്കില്ലേ? കുഞ്ഞുങ്ങൾ വന്ന് ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ അതിന് പോലും മനസാക്ഷിയില്ലാത്തവരായി, കരുണയില്ലാത്തവരായി പോലീസ് മാറിയോ? ഇവിടെ നടന്നത് അതിക്രമമാണ്. വന്ന് പോലീസ് ഇറങ്ങി കണ്ണി കണ്ടവരെ ഒരു സ്ത്രീയെ നിലത്തിട്ട് ചവിട്ടുക, അവരെ ലാത്തി വെച്ച് അടിക്കുക, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുകളെ തല്ലുക. എന്റെ കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടോ പോലീസിന്? അവരാണോ ലഹരിയിലായിരുന്നത്? അങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, അന്വേഷിക്കോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? വന്ന പോലീസുകാർ ലഹരിയിലായിരുന്നു എന്നൊരു പരാതിയുണ്ട്. എന്തെങ്കിലും ഒരു ലഹരിയില്ലായിരുന്നെങ്കിൽ ഈ നിരപരാധികളായ റോട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആളുകളെ പിടിച്ച് തല്ലുവോ? കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി മർദ്ദിക്കുവോ? ബാറി കയറി ബഹളം ഉണ്ടാക്കിയത് ഈ സ്ത്രീയാണോ ബഹളം ഉണ്ടാക്കിയത്? സ്ത്രീയെ മർദ്ദിക്കുവോ? പോലീസ് വന്ന് ജീപ്പിൽ ഇറങ്ങുന്നു, കണ്ട മുഴുവൻ ആളുകളെയും തല്ലുന്നു, സ്ത്രീകളെ ഉൾപ്പെടെ. എവിടെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? ക്രിമിനലുകളെ ചങ്ങലക്കിടേണ്ട, വിലങ്ങ് വെക്കേണ്ടവരാണ് പോലീസ് എന്ന് പറയുന്നത്. ആ ചങ്ങലക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി അവതരിപ്പിക്കും? പോലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞില്ലല്ലോ. ഈ സമീപ ദിവസങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞത്. അങ്ങനെ അഴിച്ചുവിടരുത്, ഊരിവിടരുത്, നിയന്ത്രണം വേണം. പോലീസ് സംവിധാനം അതിനൊരു ഫോഴ്സ് എന്നുള്ള നിലയിൽ നിലനിർത്തി സ്വതന്ത്രമായി അന്വേഷണം നടത്താനും മറ്റുള്ള സംവിധാനങ്ങൾ വേണം. ഇവിടെ ക്രിമിനലുകൾ ഇല്ല എന്ന് ഇവിടെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. 14 പേരെ നേരത്തെ നടപടിയെടുത്ത ആളുകളെ തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടകളുമായി ബന്ധം സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടി നേരിടുന്ന 18 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സേനയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന മറുപടിയാണ്. ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ നടപടി നേരിടുന്ന 18 പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ സേനയിൽ ജോലി ചെയ്യുന്നുണ്ട്. 18 അല്ല സർ, 18 അല്ല, നിരവധി ആളുകളുണ്ട്. അതിനൊരു നിരീക്ഷണം വേണം, അവരെ നിയന്ത്രിക്കണം, അവരുടെ മീതെ കൺട്രോൾ വേണം. തോന്നിയതുപോലെ ഈ സംസ്ഥാനത്ത് വ്യാപകമായി ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ, അക്രമങ്ങൾ എല്ലാം നടക്കുകയാണ്. ഇവിടെ എൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഒരു ശതകോടീശ്വരനെ പിടിച്ച കാര്യം 5 പ്രാവശ്യം പറഞ്ഞു. ഹൈദരാബാദിൽ പോയി. ഇന്നത്തെ പത്രം ഞാൻ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോ കൊച്ചിയിലെ കൊക്കൈൻ കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു. ഇന്നലെ ശതകോടീശ്വരൻ, ഞാൻ തീർത്തോട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ പറയട്ടെ, പറഞ്ഞു തീർന്നില്ല. ഇന്നലെ പറഞ്ഞ് ശതകോടീശ്വരനെ പിടിച്ചു, ഭയങ്കര എൻഫോഴ്സ്. ഇന്ന് രാവിലെ പത്രത്തിൽ കൊക്കൈൻ കേസിലെ മുഴുവൻ പ്രതിയെ വിട്ട്. എന്ത് പറ്റിയത്? NDPS കേസിൽ പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ കുറ്റപത്രം കൊടുത്തു. സഹായിക്കാൻ കൊടുത്താണ് കുറ്റപത്രം കൊടുത്തു. പറഞ്ഞു അല്ല, അദ്ദേഹം പറയട്ടെ. ഞാൻ ഇന്നലെ കണക്ക് പറഞ്ഞു. 4900 പേരെ കേസെടുത്തതിൽ 4900 പേരെ ശിക്ഷിച്ചു, 100 പേരെയാണ് വെറുതെ വിട്ടത്. 98.9 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് ആണ് കേരളത്തിലുള്ളത്. പിടിച്ചത് അദ്ദേഹം കാണില്ല, ശിക്ഷിച്ചത് കാണില്ല. എവിടെയെങ്കിലും മൈക്രോസ്കോപ്പുമായിട്ട് നടക്കുകയാണ്. ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ? ശതകോടീശ്വരനെ പിടിച്ചതിൽ കുറച്ച് പ്രയാസം കാണും. കാരണം തെലങ്കാനയിലാണ്, ഹൈദരാബാദിലാണ്. രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ കേരളത്തിലെ പോലീസ് പോയിട്ടാണ് പിടിച്ചത്. സമയം. തെലങ്കാനയിൽ പിടിച്ച ശതകോടീശ്വരൻ ഞങ്ങളുടെ അമ്മാവനാണ്. അങ്ങ് പ്രസംഗം പെട്ടെന്ന് എന്താ ഈ പറയുന്നത്? സമയം. കുപ്രസിദ്ധമായ കൊക്കൈൻ കേസിലെ പ്രതികളെ പ്രോപ്പറായി ചാർജ് ഷീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ആളെ കേസ് വെറുതെ വിട്ടു. കൊക്കൈൻ കൊണ്ടുവന്നത് കേരളത്തിലേക്ക്.
പ്ലീസ് പ്ലീസ് Copying അല്ലോ പ്ലീസ് കൊണ്ടുവന്നത്. കൺക്ലൂഡ് പ്ലീസ് Sir, കൺക്ലൂഡ് no, no, no. കൺക്ലൂഡ് 9 മിനിറ്റ് കഴിഞ്ഞു No, നോ അങ്ങനെയല്ല അങ്ങനെയെങ്കിൽ പിന്നെ അങ്ങനെ പ്രതിപക്ഷം അങ്ങ് അല്ല അങ്ങനെയല്ല അനാവശ്യമായി സമയം അവസാനിപ്പിക്കണം അങ്ങനെ അങ്ങ് അല്ല അനാവശ്യമായി അങ്ങനെയല്ല നിങ്ങൾ പ്രസംഗം ഇവിടെ സാധാരണ അങ്ങ് പാലിക്കുന്ന നോക്ക്. സാധാരണ ഞാൻ പാലിക്കുന്നുണ്ട് അത് പാലിക്കണം ദയവ് ചെയ്ത് അങ്ങ് ഇടപെടരുത്. അല്ല നിങ്ങൾ ദയവ് ചെയ്ത് പാലിക്കേണ്ട അങ്ങ് സമയം നിർത്തണമെന്നേ പറയുന്നുള്ളൂ ഞാൻ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന അതെ ഇപ്പൊ തന്നെ 9 മിനിറ്റ് കഴിഞ്ഞു 9 മിനിറ്റ് കഴിഞ്ഞു അങ്ങ് ഇടപെടണ്ട, ഞാൻ തീർത്തോളാം. അല്ല അങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് പറയാൻ അങ്ങ് പാടില്ലല്ലോ ഇടപെടരുത്. യെസ് അങ്ങനൊന്നും അങ്ങ് ഇടപെടരുത്. അങ്ങനെ റൂൾ ചെയ്യാൻ പാടില്ല അങ്ങ് ചെയറിനോട് റൂൾ ചെയ്യാൻ പാടില്ല പ്രസംഗത്തിൽ ഇടപെട്ട് ശല്യപ്പെടുത്തരുത്. അങ്ങ് സംസാരിക്കുക എന്നെ അങ്ങ് disturb ചെയ്യല്ലേ? സംസാരിക്കുക യെസ് യെസ് Let me complete. യെസ് യെസ് ഈ കംപ്ലീറ്റ് ചെയ്യണമെന്ന് സഭയുടെ പറയുന്നുള്ളൂ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണ്ട. അനാവശ്യമായിട്ട് എന്റെ ഉള്ള സമയത്തിൽ കൂടി ഇടപെട്ട് എന്നെ ശല്യപ്പെടുത്തല്ലേ. യെസ് ഇത് ഞാൻ വളരെ കുറച്ച് പറയാറുള്ളൂ. അതങ്ങനെ തന്നെ നിലനിർത്തണം എൻഫോഴ്സ്മെന്റിന്റെ അതങ്ങനെ കാര്യം തന്നെ പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞു എൻഫോഴ്സ്മെന്റിന്റെ കാര്യം 2017 രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 14,886. സാർ അതിൽ കോടതി ശിക്ഷിക്കപ്പെട്ട കേസ് 1,445. 10% പോലും ഇല്ല കൺവിക്ഷൻ റേറ്റ്. 2018 15,431. കൺവിക്ഷൻ റേറ്റ് 1,219. അടുത്ത വർഷം 15,624. കൺവിക്ഷൻ റേറ്റ് 1,205. 10% പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല. പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടത്തില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻഫോഴ്സ്മെന്റ് പ്രോപ്പറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം, ഞങ്ങളുടെ നോട്ടീസിലുള്ള കാര്യമല്ല, മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞത് പ്രോപ്പറല്ല. മുഖ്യമന്ത്രി അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങ് തന്നെ ഇവിടെ തന്ന വിവരങ്ങളാണ്, ഗവൺമെന്റ് തന്ന വിവരങ്ങളാണ്. അപ്പൊ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം വളരെ വഷളായിരിക്കുകയാണ്. ഗുണ്ടകളുടെ കയ്യിലാണ് കേരളം. ആ ഗുണ്ടകളായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും എവിടെ ചെന്നാലും ആളുകൾക്ക് പരാതികളും പ്രശ്നം. അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. അങ്ങനെ ഞാൻ കൺക്ലൂഡ് ചെയ്യല്ല. അങ്ങ് എന്തിനാ എന്നെ കൺക്ലൂഡ് ചെയ്യ്. സമയം പറയുന്നു. അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. യെസ് കൺക്ലൂഡ് ചെയ്യ്. അങ്ങനല്ല കൺക്ലൂഡ് ചെയ്യ്. അങ്ങ് പ്രകോപിതനല്ല. പ്ലീസ് കൺക്ലൂഡ് ചെയ്യ്. അനാവശ്യമായി ഇടപെടുകയാണ്. അങ്ങ് ആ ചെയറിൽ ഇരുന്നുകൊണ്ട് അങ്ങ് നീതിബോധം കാണിക്കണം. നീതിബോധം അനാവശ്യമായി ഇടപെടുകയാണ്. യെസ് അനാവശ്യമായി. യെസ് അങ്ങ് കൺക്ലൂഡ് അതല്ല, അങ്ങനെ ചെയ്യില്ലേ. അങ്ങനെ ചെയ്യില്ലേ. യെസ് കൺക്ലൂഡ് ചെയ്യ്. ശരിയായ രീതിയല്ല അങ്ങ് ചെയ്യുന്നു. ശരിയായ രീതിയല്ല അങ്ങ് ചെയ്യുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ സമീപനം അങ്ങോട്ടും വേണ്ടി വരും. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങ് പറ പ്ലീസ് 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 പ്ലീസ്. അങ്ങ് സംസാരിക്കാം. ഞാൻ 9 മിനിറ്റ് ആയപ്പോ അങ്ങനെ എന്നെ പ്രസംഗം നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവാൻ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയൊന്നും സംസാരിക്കരുത്. ഈ രീതിയിലൊന്നും അങ്ങേപ്പോലെ ഒരു മുതിർന്ന ആൾ സംസാരിക്കുന്ന രീതി ശരിയല്ല. അങ്ങേ നിയമസഭക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ്. ചെയറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. അത് ശരിയായ രീതിയല്ല. ചെയറിന് ഈ രീതിയിൽ ഈ ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതേ ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയിട്ടുണ്ട്. അനാവശ്യമായി ഇടപെടാണ്. അനാവശ്യമായി അങ്ങ് തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറയാം. അങ്ങ് തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാക്കൌട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എത്ര പ്രാവശ്യം ഇടപെടുന്ന അത് ശരിയല്ല. അതതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന എനിക്കറിയാം. ഒരാളുടെ പ്രസംഗത്തിന്റെ ഒരു പ്രസംഗമല്ലേ ഇത്, അതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായി അങ്ങ് ഇടപെട്ടാണ് എന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നു. സാർ, ഇത് കേരളം ഗുണ്ടകളുടെ കയ്യിലാണ്. പോലീസ് ഗുണ്ട നെക്സസ് ഉണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം, സാധാരണക്കാരുടെ ജീവിതം ഈ ഗുണ്ടകളുടെ കടാരത്തുമ്പിലാണ്. സാർ, ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല. സാർ, പോലീസിൽ അനാവശ്യമായ പൊളിറ്റിക്കൽ പേട്രണേജ് രാഷ്ട്രീയ നേതൃത്വം ഈ ഗുണ്ടകൾക്ക് നൽകി കേരളത്തെ നിങ്ങൾ ഗുണ്ടകളുടെ നാടാക്കി മാറ്റുന്നു. സാർ, അതിലുള്ള ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു. അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങ് പ്രകോപിതനായത്. അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഉപനേതാവ് പ്രസംഗിക്കുക. അങ്ങ് വാക്കൌട്ട് നടത്തി. യെസ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാർ.